കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മാളവിക പറഞ്ഞതെല്ലാം സത്യം തന്നെ. അതെ മോനെ, മാളവികയുടെ കഴുത്തി കിടക്കുന്ന ഈ താലി കെട്ടിയത് നീ തന്നെയാ. അച്ഛൻ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. ദേവേട്ടൻ താലി കെട്ടിയത് എന്റെ കഴുത്തിലല്ലേ? എന്റെ ഭർത്താവാ ദേവേട്ടൻ. പിന്നെങ്ങനെ മാളവികയുടെ കഴുത്തിൽ താലി കെട്ടുക? ശരിയാണ് മോളെ, നിങ്ങളുടേത് ഇപ്പോഴുണ്ടായ മംഗല്യബന്ധ. പക്ഷേ അവരുടേത് ജനനത്തോട് പിണഞ്ഞു കിടക്കുന്ന മംഗല്യബന്ധ. കരയല്ലേ കരയല്ലേ. ഓ ഇങ്ങ് വന്നേ. അമ്മയുടെ മോള് കരയല്ലേ. കരയില്ല മോനെ. ഓ ഓ ഓ നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താ മോന് പറ്റിയത്? എന്താണെന്ന് അറിയില്ല, കൊറേ നേരമായിട്ട് കരച്ചിൽ നിർത്തണില്ല. കരയല്ലേടാ, കരയല്ലേ കരയല്ലേ. എന്താ വാവയ്ക്ക് പറ്റിയേ? ഒന്നുമില്ല, കരയല്ലേ കേട്ടോ. എന്താടാ, എന്താ പറ്റിയേ? ഓ ഓ ഓ ഓ ഓ ഓ ഓ നിനക്ക് ഈ ചെയിൻ വേണോ? ഇപ്പൊ തരാം കേട്ടോ. കരയല്ലേ മോനെ, കരയല്ലേ. ഓ ഇപ്പൊ സന്തോഷായില്ലേ? ഇത്രയും വിലപിടിപ്പുള്ളത് ഞങ്ങൾക്ക് എന്തിനാ? അതൊന്നും സാരമില്ല, കുഞ്ഞ് കരച്ചിൽ നിർത്തിയില്ലേ? അതെന്തായാലും നന്നായി വല്യേട്ടാ. വാട 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 വാട. മോനെ ദേവാ, ഒരു കാര്യം, മോനി കുഞ്ഞിനെ കുറച്ചേരം എടുത്തേ, എന്നിട്ട് അവിടെ പോയിരുന്ന് കളിച്ചോട്ടോ. സൂക്ഷിച്ച് സൂക്ഷിച്ച്, പതുക്കെ പതുക്കെ. നീയും വരുന്നോ കളിക്കാൻ? ചെല്ലു മോനെ. എന്നാ വാ, നമുക്ക് തിരുമേനി ഒന്ന് കണ്ടിട്ട് വരാം. വാ ചേട്ടാ. എന്താ പറ്റി? ഇവളെന്തിനാ കരയുന്നേ? അമ്മയെ വിളിച്ചോണ്ട് വരട്ടെ? വേണ്ട ചേട്ടാ, കുറച്ചു മുമ്പ് ആ വാവ അവിടെ കരഞ്ഞപ്പോ അച്ഛൻ എന്താ ചെയ്തെന്ന് ഓർമ്മയുണ്ടല്ലോ. മാല ഒരു കഴുത്തിലിട്ട് കൊടുത്തപ്പോഴത്തേക്കും കരച്ചിൽ നിർത്തി. അതുകൊണ്ട് ഞാൻ എന്റെ മാല ഇവളുടെ കഴുത്തിലിട്ട് കൊടുക്കാം. വാവ കരച്ചിൽ നിർത്തിക്കോളും. വേണ്ടടാ, ആ മാല അഴിക്കാൻ പാടില്ല. അച്ഛൻ പറഞ്ഞത് നീ മറന്നുപോയോ? അത് ഊരാൻ പാടില്ലാത്തതത്രേ.
ദേ ഇത് കണ്ടോ വാവേ, ഇത് നിനക്ക് ഇഷ്ടായില്ലേ? വാവയ്ക്ക് വേണ്ടി ഞാൻ ഈ മാല എടുത്തോണ്ട് വന്ന്. ഇന്നാട്ടോ വാവി ഇട്ടോ. വല്യേട്ടാ അങ്ങോട്ട് നോക്കി. ഏയ് വാവ ചിരിക്കാൻ തുടങ്ങി. അയ്യോ ദേവാ, അച്ഛൻ ഇത് കണ്ടോ? വാവ കരച്ചിൽ നിർത്തി. അച്ഛൻ ചെയ്തോടെ തന്നെയല്ലേ ഞാനും ചെയ്ത്. കുറച്ചു മുമ്പ് ആ വാവ കരഞ്ഞപ്പോ അച്ഛന്റെ മാല ഒരു കൊടുത്തില്ലേ, അതോടെ ആ വാവ കരച്ചിൽ നിർത്തിയില്ലേ. ഞാനും അത് തന്നെയാ ചെയ്ത്. ദേവിയുടെ മാല എടുത്ത് വാവയുടെ കഴുത്തിലിട്ട് കൊടുത്തു. ഉടനെ കണ്ടോ വാവ ചിരിക്കാനും തുടങ്ങി. കൊച്ചുകുട്ടികളല്ലേ, അറിയാൻ വയ്യാത്ത പ്രായത്തിൽ എന്തോ ചെയ്തതാ. ഈ പ്രായത്തിൽ ഇങ്ങനൊരു താലി കെട്ടിയെന്നുള്ളോണ്ട് കല്യാണം കഴിഞ്ഞൊന്നും പേടിക്കണ്ട. അത് കഴിഞ്ഞതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. അതെ കൗസല്യേ. എന്റെ അനന്തരവളെ ഞാൻ എന്റെ മരുമോളാക്കിക്കൊള്ളാന്ന് ശാന്തമ്മയ്ക്ക് ഞാൻ എന്നേ വാക്കുകൊടുക്കുക. ഞങ്ങളുടെ ഈ സാഹോദര്യ ബന്ധത്തിന് വാക്കുമാത്രം പോരാന്ന് ദേവി തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ദേവി തന്നെ താലിയെടുത്തു കൊടുത്ത് ഇവളുടെ കഴുത്തിൽ എന്റെ മോനെ കൊണ്ട് കെട്ടിച്ചതാണ്. ഇതോടെ ഇവരുടെ കല്യാണവും കഴിഞ്ഞിരിക്കുന്നു. ശാന്തമ്മേ, ഇപ്പൊ എന്തു പറയുന്നു? നിന്റെ ആഗ്രഹവും ഞാൻ തന്ന വാക്കും ദൈവം പോലും സ്വീകരിച്ചു. ഇനി ഒരു 18 വർഷം കാത്തിരിക്കുന്ന എന്തിനാ? കാര്യം ഇപ്പോഴേ നടക്കട്ടെ എന്ന് ദേവിയുടെ മനസ്സിന് തോന്നിക്കാണു. അതാ ശരിയാണ് വല്യേട്ടാ. എന്റെ വലിയ ആഗ്രഹം നിറവേറിയിരിക്കുന്നു. ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല. ശാന്തമ്മേ, ഈ മംഗല്യസൂത്രം നീ എന്നും സൂക്ഷിച്ചു വെക്കണം. ഇവര് വലുതായി കഴിയുമ്പോ ഈ താലി തന്നെ ദേവനെ കൊണ്ട് ഇവളുടെ കഴുത്തി കെട്ടിക്കണം നമുക്ക്. വിശ്വസിക്കാൻ നിനക്ക് പ്രയാസമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതന്ന് സംഭവിച്ചതാണ്. നിന്നെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിക്കാന്ന് ഞാൻ എന്റെ ശാന്തമ്മയ്ക്ക് വാക്കുകൊടുത്തതാ. എന്നാല് ആ ദൈവം അത് ശരി വെച്ചതുപോലെ 8ഉം പൊട്ടും തിരിയാത്ത പ്രായത്തിലാണ് നീ ആ താലി എടുത്ത് അവളുടെ കഴുത്തിൽ ചാർത്തിയത്. എങ്കിലും വിധി വീണ്ടും അവിടെ കളിക്കുകയായിരുന്നു. അതെന്നെയും എന്റെ ശാന്തമ്മയെയും പരസ്പരം കാണാൻ പറ്റാത്ത വിധം അകറ്റിക്കളഞ്ഞു. ഒടുവിൽ ആ ബന്ധം മുറിഞ്ഞു പോകാതിരിക്കാൻ വീണ്ടും ഇത് തിരികെ വന്നിരിക്കുന്നു. ഇപ്പൊ കാര്യം പിടികിട്ടി അച്ഛാ. എന്നുവച്ചാ അപ്പൊ കൊട്ടാരം വീട്ടിലെ ഇളയ സന്തതിയുടേത് ബാല്യവിവാഹമായിരുന്നല്ലേ? എന്നുവച്ചാ ഇപ്പൊ നമ്മുടെ ദേവൻ 2 ഭാര്യമാരുള്ള ഉത്തമ പുരുഷനാണെന്നർത്ഥം. എന്തിനാ നിലവിളിക്കുന്നേ? എന്റെ ചെവിക്കല്ല് പൊട്ടുന്നു. ഈ അതിഭീകര സത്യത്തെക്കാളും അജയന്റെ ഈ നിലവിളിയാണ് സഹിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ എന്താ തെറ്റായിട്ട് പറഞ്ഞ? ചെറുപ്പത്തിൽ കെട്ടിയ താലിയാണെങ്കിലും മാളവിക ഇവന്റെ ഭാര്യ തന്നെയാണല്ലോ. അതുകൊണ്ടാ താലി അഴിക്കാതെ ഇരുന്നത്. ദേ നിൽക്കുന്നു ഇപ്പൊ കല്യാണം കഴിച്ച ഭാര്യ വൈദേഹി.
എന്നുവെച്ച 2 ഭാര്യമാർ, അവർക്കിടയിൽ ഉത്തമ പുരുഷൻ ദേവൻ. നല്ല രസമുണ്ടല്ലേ? തെറ്റൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പൊ ഇങ്ങനൊന്നും വേണ്ട. വേറെന്തെങ്കിലും മാർഗമുണ്ടോന്ന് ആരെങ്കിലും പറ. അതായത് അച്ഛൻ വാക്ക് കൊടുത്തതോടെ നിർത്താതെ കയ്യോടെ കല്യാണം കഴിപ്പിച്ചതുകൊണ്ട് ഭാര്യാസ്ഥാനം ഈ മാളവികയ്ക്ക് തന്നെയാണോ? ഇനിയിപ്പോ അങ്ങനെയൊന്നുമല്ല, നടന്നത് ബാല്യവിവാഹമാണ്, അതിവിടെ വിലപ്പോവില്ലെന്നും പറഞ്ഞ് ഇപ്പൊ താലി കെട്ടി കൂട്ടിക്കൊണ്ടുവന്ന വൈദേഹിക്ക് മാത്രം അവകാശപ്പെട്ടതാണോ ഭാര്യാസ്ഥാനം? ആ, ഇനിയൊരു ഓപ്ഷനും കൂടിയുണ്ട്. ഒരാൾക്ക് ന്യായം ചെയ്യാൻ പോയി മറ്റൊരാളോട് അന്യായം കാണിക്കരുതെന്നും കരുതി നമ്മുടെ ദേവൻ 2 പേരെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി ശ്രീകൃഷ്ണ ലീലാവിലാസം നടത്താൻ പോവാ. എന്തു പറയുന്നു അച്ഛ? അച്ഛൻ തന്നെ ഒരു തീരുമാനം എടുക്ക്. എങ്ങനെ അച്ഛൻ ഇത് പരിഹരിക്കാൻ പോകുന്നു? അച്ഛന് പറയാൻ നോ വാക്കുകൾ. പോട്ടെ, അമ്മ എന്താ പറയുന്നത്? 2 പേരെയും കൂടി ഒന്നിച്ച് പാവ അമ്മയ്ക്കും നാവിറങ്ങിപ്പോയി. ഇനി ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ വിട്ടേക്കാം. നിങ്ങൾ 2 പേരും എന്തു പറയുന്നു ഭാര്യമാരെ? രണ്ടുപേരും ഞെട്ടിത്തരിച്ചിരിക്കുക. ഉടനെ ഒരു തീരുമാനത്തിലെത്താൻ ബുദ്ധിമുട്ടായിരിക്കും ദേവ. ദേവൻ എവിടെ പോയി? ദേവനിപ്പോ ഷോക്കിലാണോ അതോ പീക്കിലാണോ? എന്നോ ഇട്ടൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇപ്പൊ മെച്ചുറായി കൈ കിട്ടിയ പോലെ. ഭാര്യ വളർന്നു കുലച്ച് തിരികെ എത്തിയതിൽ സന്തോഷിക്കാവൂ. അയ്യോ, എന്നെ എന്തിനാ ഇങ്ങനെ കണ്ണുകൊണ്ടെടുക്കുന്നത്? ഈ നോട്ടും എന്നെ കുത്തി കീറുന്നു. അല്ല, അജയൻ എന്തു പറയുന്നു? പറയാ അജയ, എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടായിരിക്കുമല്ലോ. നീ കഴുക്കോല് കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. പണ്ട് ഈ ഓല വീടുകളിലൊക്കെ പൊരമേയുമ്പോ ഓലയ്ക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. അതിനും ഇതിനും എന്താ ബന്ധം? വീട് കത്തി എരിയുമ്പോ കഴുക്കോല് ഊരിയെടുക്കാൻ നോക്കുന്നവളാ നീ. അജയന്റെ വിവരം അത്രേ ഉള്ളൂ എന്നർത്ഥം. എന്റെ ശരിക്കുള്ള സ്വഭാവം അറിയാഞ്ഞിട്ടാ. കഴുക്കോല് വേണമെന്നുണ്ടെങ്കിൽ വീട് കത്തിക്കാനും മടിക്കാത്തവളാ ഞാൻ. അതയാക്കറിയില്ലല്ലോ. ആ 3 പേരുടെയും മാനസികാവസ്ഥ ഇപ്പൊ എങ്ങനെയായിരിക്കും? എങ്ങനെ ആവാൻ? 3 പേരും 3 മൂലക്കിരുന്ന് കരയുന്നുണ്ടാവും.
ചിറകേകുവാൻ വീണ്ടും ഉയരാൻ പാടിയലയാനാരു ചിറകേകുവാൻ മാനമകലുന്നുവോ കൂരിരുളു മൂടിയോ വാർമുകിലു പോലെ മോഹമലിയുന്നുവോ അരികിലരികിലരികിൽ തോന്നലൊരു മായ അകലെ അകലെ ദൂരെ ആകാശലോകം കൂരമ്പു പോലെ പായുന്ന മോഹം വീഴുന്നു താഴെ മഴപ്പാറ്റപ്പോ ഇനി എന്താ ചെയ്യദാസേട്ടാ? എന്ത് ചെയ്യണമെന്നറിയാമായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം വന്നവരോടും ഞാനൊരു മറുപടി പറഞ്ഞു വിട്ടേനെ. അത് വേറെ ആളുകളുടെ കാര്യമായതുകൊണ്ട് പിന്നീട് പറയാന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ സാധിച്ചു. പക്ഷെ ഇത് നമ്മുടെ കുടുംബത്തിലല്ലേ, കാര്യം എല്ലാവരും അറിയുകയും ചെയ്തു.